അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് ഇബ്രാഹിമിലെ 3 ആയത്തുകളാണ് നാം പഠിച്ചു കഴിഞ്ഞത്. ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ അടിസ്ഥാനമായിട്ടുള്ള ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും അത് നിഷേധിക്കുന്നവർക്കുള്ള പരലോക ശിക്ഷയെക്കുറിച്ചുമാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത്. ഇനി പ്രവാചകത്വത്തെക്കുറിച്ചും പ്രവാചക ദൗത്യത്തെക്കുറിച്ചും അതിലൂടെ ഹിദായത്ത് ലഭിക്കുന്നവരെക്കുറിച്ചും അത് തള്ളിക്കളഞ്ഞുകൊണ്ട് വഴികേടിലേക്ക് നയിക്കപ്പെടുന്നവരെക്കുറിച്ചുമാണ് ഇന്ന് പഠിക്കുന്ന 4-ാമത്തെ ആയത്തിൽ പറയുന്നത്. പ്രധാനമായും 2 കാര്യങ്ങളാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത്. ഒന്ന്, പ്രവാചകന്മാർ പ്രബോധനം ചെയ്തത് ഏതേതു നാടുകളിലേക്കാണോ അവർ നിയോഗിക്കപ്പെടുന്നത് ആ നാട്ടുകാരുടെ ഭാഷയിലായിരുന്നു എന്നാണ്. രണ്ടാമത്തേത്, പ്രവാചകന്മാരുടെ പ്രബോധനത്തോട് ജനങ്ങൾ സ്വീകരിക്കുന്ന സമീപനം അനുസരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഹിദായത്ത് നൽകുകയും നൽകാതിരിക്കുകയും ചെയ്യുന്നു. ആയത്ത് നോക്കാം. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുളില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ വഹുവൽ അസീസുൽ ഹകീം. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി, സ്വന്തം ജനതയുടെ ഭാഷയിൽ അവരോട് പ്രബോധനം ചെയ്യാനായിട്ടല്ലാതെ ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹു ഏതൊക്കെ നാടുകളിലേക്ക് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടോ അവരൊക്കെ ആ നാട്ടുകാരുടെ ഭാഷയിലാണ് അവരോട് അള്ളാഹുവിൻ്റെ സന്ദേശം പ്രബോധനം ചെയ്തത്. ലിയുബയ്യിന ലഹും, അദ്ദേഹം അവർക്കത് വ്യക്തമാക്കി കൊടുക്കുവാൻ വേണ്ടി. അതായത് ആ പ്രവാചകൻ ആ ജനങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ. ഓരോ രാജ്യത്തും ആളുകൾ സംസാരിക്കുന്ന ഭാഷയിലാവുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കുന്ന ശൈലിയിലാവുമ്പോൾ അത് ആളുകൾക്ക് കൂടുതൽ വ്യക്തമാവുമല്ലോ. അതിനുവേണ്ടിയാണ് ഓരോ പ്രവാചകനെയും തൻ്റെ നാട്ടുകാരുടെ ഭാഷയിൽ തന്നെ പ്രബോധനം ചെയ്യുന്നവരായി നിയോഗിച്ചിട്ടുള്ളത്. എല്ലാ കാലത്തും ഓരോ സമൂഹത്തിനും വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഇതിലൂടെ ബോധ്യപ്പെടുന്നു. ഇതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നിയോഗിക്കപ്പെട്ട സന്ദർഭത്തിൽ നബി തിരുമേനി അറബി ഭാഷ സംസാരിക്കുന്ന സ്വന്തം നാട്ടുകാരായ ആളുകളിലാണ് തൻ്റെ പ്രബോധന ദൗത്യം നേർക്കുനേരെ നിർവഹിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവർക്ക് അത് വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിലും ശൈലിയിലുമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നാണ്. അപ്പോൾ അറബി അറിയാത്ത മനുഷ്യരോട് ഖുർആനും ഹദീസുമൊക്കെ അറബിയിൽ പറഞ്ഞു കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല. അവർക്ക് മനസ്സിലാകുന്ന അവരുടെ ഭാഷകളിൽ അത് തർജുമ ചെയ്തു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും വേണം. നിർഭാഗ്യവശാൽ ഖുർആൻ മുസ്ലിങ്ങൾക്ക് മാത്രമാണെന്ന് കരുതിപ്പോരുകയോ അല്ലെങ്കിൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ടുള്ള എല്ലാ മനുഷ്യർക്കുമായി അള്ളാഹു ഇറക്കിയതാണെന്ന് ഗൗരവത്തിൽ മനസ്സിലാക്കാതെ പോവുകയോ ചെയ്ത ചില മുസ്ലിങ്ങൾ ഖുർആൻ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്നതിൽ വേണ്ടത്ര താല്പര്യം കാണിക്കാത്ത കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ലോകത്തെ വിവിധ ഭാഷകളിൽ ഖുർആൻ വിവർത്തനങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. പറഞ്ഞു വന്നത്, ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഇറക്കിയ സന്ദേശം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടർച്ചക്കാരായിട്ടുള്ള സത്യവിശ്വാസികളായ ഇസ്ലാമിക പ്രബോധകർക്ക് ബാധ്യതയുണ്ട് എന്നതാണ്. ഇവിടെ ഇല്ലാ ബിലിസാനി ഖൗമിഹി എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ലിസാൻ എന്നാൽ നാവ് എന്നാണ് അർത്ഥം. ഇവിടെ ഭാഷ എന്നാണ് അർത്ഥം. ഭാഷ എന്നതുകൊണ്ട് സംസാര ഭാഷയിൽ മാത്രം ഒതുക്കേണ്ടതില്ല. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ശൈലിയും സമ്പ്രദായങ്ങളും മാധ്യമങ്ങളുമൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാമിനെ ആ സമൂഹത്തിൽ പ്രബോധനം ചെയ്യേണ്ടത് എന്നുകൂടി ഇതിലൂടെ വ്യക്തമാവുന്നുണ്ട്. തുടർന്ന് പറയുന്നു, ഫയുളില്ലുല്ലാഹു മൻ യശാഉ വയഹ്ദി മൻ യശാ, എന്നിട്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വഴികേടിലാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലുമാക്കുന്നു. ഇക്കാര്യം മുമ്പ് പലപ്പോഴായി വന്നതും വിശദീകരിച്ചതുമാണ്. പ്രവാചകന്മാർ പ്രബോധനം ചെയ്തതുകൊണ്ടും വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയതുകൊണ്ടും മാത്രം ജനങ്ങളെല്ലാവരും നന്നാവില്ല. നേർമാർഗത്തിലാവാനുള്ള യോഗ്യത നേടുന്നവരെയാണ് അള്ളാഹു നേർമാർഗത്തിലാക്കുക. അള്ളാഹു മനുഷ്യന്റെ മനസ്സിൽ പ്രകൃതിയാ തന്നെ ഉളവാക്കിയിട്ടുള്ള നന്മ മനസ്സിനെ ശരിയായി ഉപയോഗപ്പെടുത്തുന്നവർക്ക് പ്രവാചകന്റെയും വേദഗ്രന്ഥത്തിന്റെയും സന്ദേശം ഉപകാരപ്പെടും. അവരതിനെ സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന രൂപത്തിൽ അള്ളാഹു അവരെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ തൻ്റെ മനസ്സിലെ നന്മ മനസ്സിനെ അടിച്ചമർത്തി തിന്മയോട് ആസക്തി കാണിക്കുന്നവർക്ക്
പ്രവാചകന്റെയും വേദഗ്രന്ഥത്തിൻ്റെയും സന്ദേശം ഉപകാരപ്പെടുകയില്ല. അവരെ അള്ളാഹു ദുർമാർഗത്തിലേക്കാണ് നയിക്കുക. അതായത് ഓരോരുത്തരും ആർജിക്കുന്ന യോഗ്യതയുടെയും തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവർക്ക് സന്മാർഗവും ദുർമാർഗവും വിധിക്കുന്നത് അള്ളാഹുവാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ അജയ്യനും യുക്തിമാനുമാണ്. അതുകൊണ്ട് നീതിപൂർവകമായി കൃത്യതയോടെ അള്ളാഹുവിന് എല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് അള്ളാഹുവിൻ്റെ ഈ വിശേഷണങ്ങളിലൂടെ ഇവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.